എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വിമല അമ്മയുടെ ക്ഷീണമൊക്കെ കാരണം ശ്രുതിയാണെങ്കിൽ അമ്മയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ എത്തുകയാണ്. അവിടെ വന്നു ഡോക്ടറാണെങ്കിലോ എന്താ അമ്മ ഇത്, നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുകയാണ്. എന്നിട്ട് വിശദമായിട്ടുള്ള ആ ഒരു ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതേ ശ്രുതി മോളെ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നിന്റെ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, അമ്മ എന്തിനാ ജോലിക്ക് പോകുന്നത് എന്നൊക്കെ ഡോക്ടർ അന്വേഷിക്കുമ്പം ശ്രുതി പറഞ്ഞു, ഡോക്ടറെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മ ഇതൊന്നും കേൾക്കുന്നില്ല. അമ്മ ആദിയുടെ പിന്നാലെയും അതുപോലെ തന്നെ അവൻ സ്കൂളിൽ പോയതിനു ശേഷം അമ്മ അമ്മയുടേതായിട്ടുള്ള ജോലികളിലും ഒക്കെയാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പം ഡോക്ടറാണെങ്കിലോ, അല്ല കല്യാണി, നീ ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് ഈ അമ്മയും മോനെയും കൂട്ടിക്കൊണ്ട് പോകരുതോ? എന്തിനാ ഇങ്ങനെ ഇവരെ തനിയെ നിർത്തുന്നത്? അതുമല്ല, അമ്മയ്ക്ക് അത്ര മോശമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നീ വേണം ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നമ്മുടെ കല്യാണിയെ ഉപദേശിച്ചു. അവളാണെങ്കിലോ, എന്താ വേണ്ടതെന്ന് ആലോചിക്കട്ടെ ഡോക്ടറെ, ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ തലകറക്കമൊക്കെ ഇനി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വന്നൊന്ന് സ്കാൻ ചെയ്യണം. മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ സാഹചര്യത്തിൽ. അതുപോലെ തന്നെ സത്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വിമല ഒരു കാരണവശാലും വീഴരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു വാണിംഗ് ജീവിക്കുന്നതായിട്ടാണ് നമ്മുടെ വിമലക്കാണെങ്കിലും ഭയങ്കര ടെൻഷനുണ്ടല്ലോ. അമ്മ ഇങ്ങനെ ജോലിക്കുന്നത് ഈ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് നോക്കി നമ്മുടെ വെള്ളം കൊടുക്കുക. അമ്മയെ എപ്പോഴും ചെയ്യുന്നത് പോലെ ആ ടേബിളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്ന അമ്മച്ചിയെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പം, ഇല്ലമ്മേ, എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഞാനും അതുപോലെ തന്നെ അമ്മയും കൂടെ അങ്ങ് വന്നാലോ എന്ന് ആദ്യക്കുട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, സമയമാവട്ടെ, സമയമാകുമ്പോഴത്തേക്കിനും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്നും പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിമലയാണെങ്കിൽ, ശ്രുതി മോളെ, ഞാനിനി എത്ര കാലമാടി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഈ ആദി അവൻ്റെ കാര്യം നീ ആലോചിക്കണ്ടേ? അവൻ നിൻ്റെ മോനല്ലേ? എന്നെങ്കിലും നീ സത്യങ്ങൾ ശ്രുതിയുടെ അടുത്ത് വിളിച്ചു പറയണോ എന്നൊക്കെ പറയുകയാണ്. അമ്മയ്ക്കിത് എന്താണ്? ഞാനിപ്പോൾ സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്. ഇനി ഈ സത്യങ്ങൾ കൂടി അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അമ്മ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അമ്മ ഒന്ന് മുന്നോട്ട് പോയി എന്നൊക്കെ പറയുക. ഒരു മാസം ഞാൻ അമ്മയ്ക്ക് പൈസ അയച്ചു തരുന്നുണ്ടല്ലോ, ആ പൈസ പോരെ അമ്മയ്ക്ക് ജീവിക്കാൻ? പിന്നെ എന്തിനാ അമ്മ വേറെ ജോലിക്കൊക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ നമ്മുടെ വിമല അമ്മയെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു, മോളെ, നിൻ്റെ ജീവിതം നീ ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നത് കാണുമ്പോഴാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ ടെൻഷൻ. ദയവ് ചെയ്ത് അമ്മ പറയുന്ന കാര്യം നീ ഒന്ന് മനസ്സിലാക്ക്. നീ അവൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറയ്. എന്നിട്ട് ആദ്യയെയും എന്നെയും നീ കൂട്ട്. അമ്മ, അതൊന്നും നടക്കുന്ന കാര്യമല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി എന്താ വേണ്ടത്? ദേ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോരുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സുധിയെയും അയാളുടെ മാനേജരെയുമാണ്. അപ്പോൾ ആ ജോലി സ്ഥലത്ത് താൻ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ, എന്നിട്ട് ഒരു കാറ് പോലും തനിക്ക് സെയിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ. എൻ്റെ സാറേ, ഇതിപ്പം ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമുള്ളൂ. അങ്ങനെ അങ്ങോട്ടേക്ക് ഒരു ക്ലയൻറ്റ് വരുമ്പോഴത്തേക്കിനും അവിടുത്തെ മാനേജർ പറഞ്ഞു, ദേ ഈ വന്നിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ വലിയ ബിസിനസ്സുകാരനാണ്. പുള്ളിക്കാരനെ നമ്മുടെ ഈ ഒരു കാറും അതിൻ്റെ ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാറല്ല, ഒന്നിലധികം കാറുകൾ സെയിലാവാനുള്ള സാധ്യതയുണ്ട്. സുധി മുറുകെ പിടിച്ചോണമെന്ന് പറഞ്ഞു. അങ്ങനെ സുധി തന്നെ പുള്ളിക്കാരനെ ആ കാറിൻ്റെ ഫീച്ചേഴ്സൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തപ്പം ആദ്യം ആ മാനേജർ പറഞ്ഞു, വേണ്ട സുധി, ഞാൻ പോയി അയാളോട് സംസാരിച്ചോളാം എന്ന് പറയുമ്പം ആ ഓണർ തന്നെ പറഞ്ഞു, വേണ്ട സാറേ, ഇത് ഈ പയ്യൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ, അവൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കാറിൽ കയറിയിട്ട് കാറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ തുടങ്ങുകയാണ്. അപ്പം സുധിക്ക് നല്ല ടെൻഷനുണ്ട്. ഈശ്വര, ഇതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം, ഇതിലെങ്കിലും പിടിച്ചു നിൽക്കണം. ഒരു കാറെങ്കിലും സെയിൽ ചെയ്താൽ താൻ രക്ഷപ്പെട്ടു. തന്നെ ഈ മാനേജരും അതുപോലെ തന്നെ ഈ ഓണറും ഒക്കെ കുറ്റം പറയുന്നതിൽ നിന്ന് തനിക്ക് തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെടാമല്ലോ. അതുമല്ല, തന്നോടുള്ള ആ ഒരു വിശ്വാസം അതുമൊക്കെ കൂടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു നമ്മുടെ സുധി. അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നീക്കുകയാണ്.
അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ശ്രീകാന്തിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ വർഷ വരെയാണ്. അപ്പം വർഷയെ കണ്ടതും ദൈവമേ ഇവളെന്തപ്പോൾ ഇവിടെ, ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി. അങ്ങനെ ശ്രീകാന്ത് ആദ്യം ഒന്ന് സ്റ്റക്കായിട്ട് അവിടെ നിന്നു. പിന്നീടാണെങ്കിലോ നമ്മുടെ വർഷ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. വർഷയും ശ്രീകാന്തിനെ കണ്ടിട്ട് ആദ്യം ഒന്ന് അവിടെ നിന്നു. അതിനുശേഷം ആലോചിച്ചു ഇവനോട് സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ. അങ്ങനെ ശ്രീകാന്ത് പോയി നമ്മുടെ വർഷയോട് പറഞ്ഞു, വർഷേ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വർഷയോ നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്, നിങ്ങൾ ആരോടെ ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ നിന്ന് പൊട്ടം കളിക്കുമ്പോഴത്തേക്കിനും അത് നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിന്നെ തന്നെയാണ് വിളിച്ചത്, എന്താ നീ എന്നോട് പിണങ്ങിയിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ പിണക്കോ, എനിക്ക് നിന്നെ അറിയില്ലല്ലോ, നീ ആരാണ്, നീ ഏതാണ് എന്നൊക്കെ വർഷ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എടി ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത് നീ എന്നോട് ക്ഷമിക്കേ, വേണ്ട ശ്രീ, ഞാൻ നിന്നോട് ഇടപെട്ടതും നിന്നോട് സംസാരിച്ചതും ഒക്കെ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ്. എന്നിട്ട് നീ എൻ്റെ ഫ്രണ്ട്ഷിപ്പിന് പോലും വില തരാതെ നീ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നിട്ട് പോലും നീ അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിൽ പരം എന്തെന്നാ ഇനി എനിക്ക് വേണ്ടത്? ദേ ഞാൻ നിർത്തുകയാണ്, എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ആ വഴിക്കേ വരുന്നില്ല, അതാണ് എൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് വർഷ പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, വർഷേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്, ആ കാരണം നീ മനസ്സിലാക്കിയാൽ നിനക്ക് മനസ്സിലാകും അതെന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് ഒഴിവായി നിന്നത് എന്നൊക്കെ. നീ പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ദേ നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്, അതെനിക്ക് എന്തായാലും കേൾക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് വർഷ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എടി നീ ആ ഫോൺ ഇങ്ങ് തിരിച്ചു താ. അങ്ങനെ അവൻ ആ ഒരു ഫോൺ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ ദേ നിനക്കറിയോ ഞാൻ ഇത്ര സമയമായിട്ടും ഒരു തരി ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നീ വാ ഞാൻ നിനക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ശ്രീകാന്ത് വർഷയെ കൂട്ടി പോവുകയാണ്. ഈ സമയം സച്ചി വീട്ടിൽ വന്നു നോക്കുമ്പോഴാണെങ്കിലും പാത്രമൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കമത്തി വെച്ചിരിക്കുകയാണ്. ചന്ദ്രമതി നല്ല ഉച്ചമയക്കത്തിലുമാണ്. സച്ചിക്കാണ് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അച്ഛനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരനാണെങ്കിലോ യൂണിയൻ ഓഫീസിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലുമാണ്. അച്ഛൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യ്, അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നീ ഫുഡ് പുറത്ത് പോയി കഴിക്കാൻ പറയുക. അപ്പം സച്ചിയാണെങ്കിലോ പുറത്ത് പോയി കഴിക്കാനോ എനിക്ക് തീരെ ഇഷ്ടമല്ലല്ലോ, ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ആ വാതിലൊക്കെ അടച്ച് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ വെളിയിലെത്തിയതും നമ്മുടെ സച്ചി ഫോൺ എടുത്തു രേവതിയെ വിളിച്ചു. അപ്പം രേവതിയാണെങ്കിൽ ആ സച്ചിയേട്ടാ പറയുന്നു പറഞ്ഞ് ഫോൺ വളരെ സന്തോഷത്തിലെടുത്തു. എന്നിട്ട് സച്ചി പറഞ്ഞു, അതെ നീ ചോറ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പം ഞാൻ കഴിച്ചു. സച്ചിയേട്ടാ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അല്ല ഇച്ചിരി ചോറുണ്ടാകുമെന്ന് ചോദിച്ചു. എന്താ സച്ചിയേട്ടാ ഇത്ര സമയമായിട്ടും നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ, എന്താ അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കുമ്പം ഇവിടെ ഞാൻ വന്നതാടി, ഞാൻ വന്ന സമയത്ത് പാത്രമൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിക്ക് കമത്തി വെച്ചിരിക്കുകയാണ്, ഇവിടെ ഇവരൊന്നും ഉണ്ടാക്കാതെ നല്ല ഉറക്കത്തിലുമാണെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം പുറത്ത് പോയി കഴിക്കരുതായിരുന്നു എന്ന് രേവതി ചോദിക്കുകയാണ്. നിനക്കറിയാലോ നീ വന്നതിന് ശേഷം ഇത്രയും രുചികരമായിട്ടുള്ള ഫുഡ് നീ ഉണ്ടാക്കി തരുന്നത് കൊണ്ട് ഞാൻ പുറത്തൊന്നും പോയി കഴിക്കാറില്ല, പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു കാര്യം നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ നിങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ നമ്മുടെ സച്ചിയെ ക്ഷണിക്കുകയാണ്. സച്ചിയാണെങ്കിലോ അങ്ങനെയാണേ ഞാൻ ഇപ്പം തന്നെ വരൂ കേട്ടോ. അപ്പോൾ രേവതി ആ സന്തോഷത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ ലക്ഷ്മി ടെൻഷൻ അടിച്ച് നിൽക്കുക.